ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഷെയ്ക്കാണ്. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ നോമ്പുകാലമായ കാരണം നോമ്പുകാലത്ത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ കാണുന്ന പുതിയ വല്ല കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തോളൂ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ തണ്ണിമത്തം വെച്ചിട്ടാണ്. അപ്പോൾ അടിപൊളി ഒരു ഷേക്ക് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഒരു തണ്ണിമത്തൻ നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചൂട്ടത്ത് പറ്റിയിട്ടുള്ളൊരു തണ്ണിമത്തൻ ഷേക്ക് ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ ഈ കളറുള്ള മറ്റേ കിരൺ എന്ന് പറഞ്ഞ തണ്ണിമത്തനാണ് മേടിച്ചിട്ടുള്ളത്. നമുക്കത് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഈ തണ്ണിമത്തൻ നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നല്ല അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്ത് പീസുകളാക്കി എടുക്കാം. ഇതിൽ കുരു കുറവാട്ടോ. ഇതുപോലത്തെ തണ്ണിമത്തനിൽ കുരു കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ തണ്ണിമത്തം മുറിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ആ റെഡ് ഭാഗം മുറിച്ചെടുക്കാം കേട്ടോ. ഭയങ്കര തൊലിക്ക് ഭയങ്കര കട്ടിയാട്ടോ. വെള്ള ഭാഗം നിറയെ ഉണ്ട് കേട്ടോ. ആദ്യം നമ്മൾ സമയത്ത് നമ്മൾ തോരനൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഞാനതൊരു വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്ര ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലത്തെ കുരുക്കളൊക്കെ കളയാം കേട്ടോ. അപ്പോൾ കുരുവൊക്കെ ഞാൻ കളഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതാ നല്ല മധുരമുള്ളതാണ്. എന്നാലും നമുക്കിതാ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം. അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ പഞ്ചസാരയാണ് ഇട്ടത്. പിന്നെ നല്ല തണുത്ത പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒപ്പത്തിന് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് തണ്ണിമത്തം എടുക്കണേ അതിനനുസരിച്ച് നമുക്ക് പാല് എത്ര വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ടില്ലേ, ആ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഇതിലത്തെ കുരു കൂടെ ഒന്ന് നന്നായി കളയാം കേട്ടോ. നമുക്ക് കുരുകൾ ചെറിയ കുരുവാണ്, അധികം കുരുവൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളയാം. അപ്പോൾ ഞാൻ കുരുവൊക്കെ കളഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം കേട്ടോ. ഫോർക്കോ ഇതുപോലത്തെ കൈകളൊക്കെ വെച്ചിട്ട് നന്നായി നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. ഇത് നമുക്ക് മിക്സിയിലൊന്നും അരച്ചെടുക്കണ്ട കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോഴാണ് ഒരു ചെറിയ ഇങ്ങനെ ഒരു കടിക്കാനൊക്കെ കിട്ടുക. അപ്പോൾ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ പീസുകളായിട്ട് ഞാൻ ഉടച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മിക്സിയിൽ ജാറിൽ നമ്മൾ ആ കുറച്ച് കഷ്ണങ്ങളും പഞ്ചസാരയും പാലൊക്കെ കൂടിയിട്ട് ഒഴിച്ചില്ലേ, അത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. തണുവിന് കുറച്ച് ഐസും കൂടി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഷേക്ക് തന്നെയാണ്. നല്ല മധുരം ഉണ്ട് കേട്ടോ. നമ്മൾ മധുരം കുറച്ചിട്ടാൽ മതി. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം. അത് മധുരം അധികം കൂടി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നോർമലായിട്ട് മധുരം നിൽക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ കുരുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു കാണാനൊരു ഭംഗിയായി. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കഴിച്ചു നോക്കാം. രണ്ട് ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ കട്ട് ചെയ്തിട്ടുള്ള കാരണം ചെറിയ തണ്ണിമത്തൻ്റെ ഒരു കഷ്ണവും നമുക്കൊന്ന് കടിക്കാൻ കിട്ടും കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ്. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് കുടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് കുടിച്ച് നോക്കാം. അടിപൊളി. അടിപൊളി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളാം. പിന്നെ നമുക്ക് വല്ല ഡെക്കറേഷന് വേണ്ടി വല്ല നട്ട്സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഈ ചൂട് സമയത്ത് നമുക്ക്
ഇത് അടിപൊളിയാണ് കേട്ടോ. തണ്ണിമത്തൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിച്ചോളോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ അധികം ആവരുത്, കുറച്ച് തന്നെയാണ് നല്ലത്. തണ്ണിമത്തലിന് ഓൾറെഡി മധുരം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കുറച്ച് തന്നെയാണ് നല്ലത്. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.